ഹലോ കൂട്ടരെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു എൻ്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങളിത് തീർത്ത് തരണം. പിന്നെ അതുപോലെ ഇന്നത്തെ ഒരു പ്രധാന സംഭവം എന്നും പറഞ്ഞുകൂടാ, എന്നാലും കുറേ ദിവസമായി ഈ പ്രശ്നം. അതായത് നമ്മുടെ ക്ലോസറ്റിലെ ഫ്ലാഷ് ഞെക്കിയപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വെള്ളം ക്ലോസറ്റിലേക്ക് ലീക്കാന്ന്, അത് നിൽക്കുന്നില്ല വെള്ളം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് അത് താഴത്തെ പൈപ്പ് ഓഫ് ചെയ്തിട്ടാണ് മിക്ക ദിവസവും. ഇപ്പോൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാറില്ല. എന്താ വെച്ചാൽ ഫ്ലാഷ് ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായിട്ട് ടാങ്കിലെ മൊത്തം ടാങ്ക് വെള്ളം അടിച്ചത് മൊത്തം തീർന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ട് ഫസ്റ്റ് നമ്മൾ മക്കളും അച്ഛനും അമ്മയും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറില്ലേന്നോ. അത് നീ ഫ്ലാഷ് മര്യാദയ്ക്ക് ഏതെങ്കിലും മുകളിലത്തെ ടോയ്ലറ്റിൽ ഇതുപോലെ പിന്നെ എന്തെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ഇങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൽ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ പറമ്പിലൊക്കെ പോയി നോക്കി ഇതിനെ ചൊല്ലിയിട്ട് ഇത് എവിടെ നിന്നാന്ന് മനസ്സിലായിട്ട് ആദ്യമൊക്കെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പറമ്പിലൊക്കെ മേലെയൊക്കെ അസോള കുളമുണ്ടായിരുന്നു, അവിടെയെല്ലാം ഇതുപോലെ എന്തെങ്കിലും പൈപ്പ് തുറന്നു പോയിട്ടുണ്ടോ എന്നുള്ള സംശയം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഇന്ന് അയാൾ വന്ന്, കമ്പനിയിൽ നിന്ന് അയാൾ വന്ന്, ഇത് സിറ്റയുടെയാണ് ഇത്, ഈ ഫ്ലാഷും അതുപോലെ നമ്മളെ ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ അത് യൂറോപ്യൻ ക്ലോസറ്റും. അപ്പോൾ സിറ്റ എന്ന് പറയുന്നത് പുതിയ കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ആ കമ്പനിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പിന്നെ ഇന്ന് അയാൾ പറഞ്ഞു ഇത് പുതിയ മോഡലാണ്. അപ്പോൾ ആ ഫ്ലാഷിൻ്റെ ഉള്ളിൽ ഈ പ്ലംബിങ്ങുകാർക്ക് അറിയില്ലായിരുന്നു, വേറൊരു പൈപ്പും കൂടി ഉണ്ടായിരുന്നു. അയാളെന്തോ അത് പിടിച്ച് ഞെക്കിയപ്പോൾ ഈ വെള്ളം നിന്ന് അപ്പോൾ റെഡിയായി. ഇപ്പം അത് ലീക്കാകുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാം ഘട്ടം ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ക്ലോസറ്റ് കാണുന്നില്ലേ, ഇതാ നല്ലവണ്ണം ഇത് മഞ്ഞ ലൈന് കാണുന്നില്ല, അത് നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ 2-3 ദിവസം മുമ്പ് അയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും വൃത്തിയാണ് അധികം അയാൾ വിചാരിക്കും അതൊന്നും തേച്ച് കയറില്ലേ എന്നിട്ട് പരാതി ഉണ്ടാവില്ലേ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് കൊണ്ടെല്ലാം കഴുകിയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ ഏതുകൊണ്ട്. പക്ഷേ സാധാ ബ്രഷ് കൊണ്ടൊന്നും കഴുകിയിട്ട് ഈ മഞ്ഞ ഇത് പോകുന്നില്ല. സ്ക്രബ് കൊണ്ടും കഴുകാവോന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ അയാൾ പറയുന്നത്, ഇവിടെ വന്ന അയാൾ പറയുന്നത്, പിന്നെ കമ്പനിയിൽ നിന്ന് വന്ന് അയാൾ പറഞ്ഞ് നമ്മളെ ഹാർപ്പിക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഇതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകിയെടുത്താൽ ഇതിൻ്റെ മഞ്ഞ കളറ് പോകുന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അതിനോട് ഞാൻ യോജിക്കുന്നതെന്ന് ശരി എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ആരെങ്കിലും.